September we met, I could tell by your smile. You hadn't been with a good girl like me in a while. So first of all, ellavarukkum Ona Ashamsagal. Hello guys, welcome back to my channel, and today's video is going to be a makeup look on this particular look. So today's video is mostly going to be in Malayalam because this is Onam special look. If you're someone who doesn't know the language, I'm making sure to include the English subtitles as well. So without any further delay, let's get into the video. But before that guys, if you're someone new and looking at this face for the first time, my name is Ramya and I make beauty and fun videos in my channel. So if you're interested, make sure you hit that subscribe button down below, and also you can follow me on my social media platforms, especially on my Instagram handle. The other handles and links of my social media platforms will be down below in the description box. So without any further delay, let's start the video. So our first step primer aanu. As you can see, and skin athara clear alla. Njan ee particular look oru risk aayittaanu consider cheyyunne. Ennucha Nayanthara's skin വളരെ clear aanu, and mine എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ കുറച്ച് മോശമാണ്. ആസ് യു ക്യാൻ സീ, നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നെങ്കിൽ ഞാൻ അതിൻ്റെ എന്താ പ്രോബ്ലം എന്ന സ്കിൻ പ്രോബ്ലം എന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. റൈറ്റ് നൗ ഇത് കുറച്ച് കുറവായി കൊണ്ട് ഇരിക്കുകയാണ്. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് to recreate it in a flawless way. So the primer I'm using is Blue Heaven primer. It's actually a very affordable primer aanu, silicone based primer aanu. You can compare it to the Color Bar primer, പക്ഷേ ഇതിന്റെ കൺസിസ്റ്റൻസി നോക്കിയാൽ അറിയാം, little bit silky and smooth like finish aanu. So next step നമ്മുടെ ബേസ് മേക്കപ്പ് ആണ്. സോ ബേസ് മേക്കപ്പിന് ഞാൻ രണ്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാണ്. നിങ്ങൾ ഈ പിക്ചർ പെർട്ടിക്കുലർ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ലൈക്ക് നയൻതാരയുടെ സ്കിൻ വന്നിട്ട് ഒരു ഗ്ലോയി ഡൂയി ബട്ട് സ്റ്റിൽ നോട്ട് സോ ഓയിലി ഗ്രീസി കൈൻഡ് ഓഫ് മേക്കപ്പ് ആണ്. ഇപ്പോൾ ഓയിലി സ്കിൻ, എൻ്റെ സ്കിൻ ഓയിലി ആണ്. സോ ഞാൻ ഒരു മാറ്റ് ഫൗണ്ടേഷനിൽ ഇല്യൂമിനേറ്റർ മിക്സ് ചെയ്താണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ സ്കിൻ ഇപ്പോൾ ഡ്രൈ ആണെങ്കിൽ നിങ്ങൾ ഡൂയി ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് a little bit of illuminator യൂസ് ചെയ്താൽ ഇത് കറക്റ്റ് ആയിട്ടുണ്ടാവും. സോ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചിട്ട് നിങ്ങൾ ഫൗണ്ടേഷൻ എടുത്ത് യൂസ് ചെയ്യണം. ഇപ്പം ഞാനിവിടെ മാറ്റ് യൂസ് ചെയ്യണു പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അറിയാതെ മാറ്റ് യൂസ് ചെയ്തിട്ട് സപ്പോസ് നിങ്ങളുടെ സ്കിന്ന് ചിലപ്പോൾ ഡ്രൈ ആയിരിക്കാം. സോ മാറ്റ് യൂസ് ചെയ്താൽ നിങ്ങളുടെ ടെക്സ്ചേഴ്സ് എല്ലാം ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ആവും. സോ നമുക്കത് പാടില്ല. സോ ദാറ്റ് ഈസ് വൈ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് നിങ്ങൾ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യണം. സോ ഞാനിവിടെ മേബലിൻ സൂപ്പർ സ്റ്റേ ഫൗണ്ടേഷൻ എടുക്കുന്ന ഇതിൻ്റെ ഷെയ്ഡ് 320 ഹണിയാണ്. പക്ഷെ ജനറലി ഞാൻ 310 സൺബേജ് യൂസ് ചെയ്യാറ്. ഇത് കുറച്ച് ഡാർക്കാണ്, പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഇത് അഡ്ജസ്റ്റ് ചെയ്തോളാം. ജനറലായിട്ട് എനിക്ക് ഫൗണ്ടേഷൻ ഓയിലി സ്കിൻ ആയ കാരണം കുറച്ച് ഓക്സിഡൈസ് ആവും. ഈ ഫൗണ്ടേഷൻ്റെ കൂടെ ഞാനൊരു പ്രോഡക്റ്റ് കൂടെ യൂസ് ചെയ്യാൻ പോകുന്നത് വിച്ച് ഇസ് എൻ ഇല്യൂമിനേറ്റർ. ഇത് വന്നു ലോറിയൽ പാരീസ് ട്രൂ മാച്ച് ലൂമി ലിക്വിഡ് ഗ്ലോ ഇല്യൂമിനേറ്റർ ആണ്. ഇതിൻ്റെ ഷെയ്ഡ് N201 റോസ് ആണ്. ഇറ്റ്സ് എ ബെറ്റർ ഓപ്ഷൻ ഫോർ മൈ സ്കിൻ ടോൺ. നയൻതാരയുടെ ബ്രൗസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒത്തിരി കോംപ്ലിക്കേറ്റഡ് അല്ല. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സിമിലർ ഷെയ്ഡ് ഓൾ ഓവർ ആൻഡ് നല്ല ഷേപ്പ് കൊടുത്തിട്ടുണ്ടാവും ബ്രൗസിന്. സോ ഇതാണ് ആ ബ്രൗ ഞാൻ ഇവിടെ റിക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ്സ് വെരി ഈസി. എന്നുവെച്ചാൽ ഞാൻ ഒരു സിംഗിൾ പാലറ്റാണ് ഹോൾ ലുക്കിന് യൂസ് ചെയ്യാൻ പോകുന്നത്, ഇൻക്ലൂഡിങ് മൈ ഐ. ദ പാലറ്റ് ഐ എം യൂസിങ് ടുഡേ ഇസ് മേക്കപ്പ് റെവല്യൂഷൻ റീലോഡഡ് പാലറ്റ്. ഇറ്റ്സ് ഇൻ ദ ഷെയ്ഡ് ഹിപ്നോട്ടിക്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എൻ്റെ ഹാളിൽ കാണിച്ചിട്ടുണ്ടാവും. ഇത് കംപ്ലീറ്റ് ആയിട്ട്
ന്യൂട്രൽ ഷെയ്ഡ്സ് ആണ്. ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കാം ഈ ഫ്രണ്ടിലുള്ള ഹെയർ ഒന്നും ഞാൻ ട്രിം ചെയ്തിട്ടില്ല. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ പർട്ടിക്കുലർ കോഫി ബ്രൗൺ ഷെയ്ഡ് പ്ലസ് ദിസ് പർട്ടിക്കുലർ ബ്ലാക്ക് ഷെയ്ഡ് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ എൻറ്റയർ ഐബ്രോന് ഒരു ടെറിട്ടറി പോലെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ ഫിൽ ചെയ്യാൻ പോകുന്നത്. സോ ഫ്രണ്ട് പാർട്ട് ഓഫ് ദി ഐബ്രോസ് വരുമ്പോൾ ഞാൻ ഈ പർട്ടിക്കുലർ ലൈറ്റ് ഷെയ്ഡ് ആൻഡ് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആക്ച്വലി നാച്ചുറൽ ബ്രൗസ് ആയിട്ട് ഉണ്ടാവണം വെച്ചാൽ നമുക്ക് ഈ സ്റ്റാർട്ടിങ് പൊസിഷൻ കുറച്ച് ലൈറ്ററായിട്ടും പിന്നെ ഡാർക്കറായിട്ട് പോകണം. എന്നാലും ആ ഐബ്രോസ് ഒരു ഡ്രാമാനെ വരച്ച പോലെ ഉണ്ടാവില്ല. സോ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പ്രൈം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എൻ്റെ ഐലിഡ്സ് ആർ റിയലി ബാഡ്. So first it's very important that you remember this. Spray or soft gradation is very important in this. So നമ്മൾ ഒരു few 3 colors are mostly used ചെയ്യാൻ പോകുന്നത്. ആ 3 colors നല്ല മിക്സ് ചെയ്തിട്ട് എങ്ങനെയാണ് ആ ട്രാൻസിഷൻ ആൻഡ് ഗ്രേഡിയേഷൻ കൊണ്ടുവരേണ്ടതെന്ന് ഈ മേജർ thing you have to keep it in mind. So firstly ഞാൻ എൻ്റെ ട്രാൻസിഷൻ കളറാണ് ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. സോ ഫസ്റ്റ്ലി എൻ്റെ ട്രാൻസിഷൻ കളർ എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുക്കാൻ പോകുന്നത്. ഇറ്റ്സ് റിയലി ലൈറ്റ്. That is done. ചില പിക്ചേഴ്സ് നയൻതാരയുടെ ചില പിക്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇത്തിരി ഒരു പീച്ച് കൈൻഡ് ഓഫ് ഒരു കോറലിഷ് കൈൻഡ് ഓഫ് ഷെയ്ഡ് ട്രാൻസിഷൻ്റെ കൂടെ മിക്സ് ആയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഹൗ ഈ പിക്ചേഴ്സ് എനിക്ക് കാണിക്കുന്നത്. ജനറലായിട്ട് നമ്മൾ ഒരു മേക്കപ്പ് നേരിട്ട് നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പ്രോപ്പർ ഇത് അറിയാം. നമ്മളിപ്പോൾ റെഫറൻസ് പിക്ചറായിട്ട് എടുക്കുന്ന കാരണം ഞാൻ ഡിഫറെൻറ്റ് പിക്ചേഴ്സ് കുറച്ച് ബ്രൗസ് ചെയ്ത് നോക്കി. സോ അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് a little bit of കോറലിഷ് ഷെയ്ഡ് വന്നിട്ട് ഈ ട്രാൻസിഷനിൽ ഉണ്ടായിരുന്നു. ബ്രഷ് എടുക്കുക ആൻഡ് ഫസ്റ്റ് നമ്മൾ ട്രാൻസിഷന് യൂസ് ചെയ്ത ഷെയ്ഡ് ഈ ബ്രൗണും എൻ്റെ ഐബ്രോസിന് യൂസ് ചെയ്ത ഷെയ്ഡ് ഈ ഡാർക്ക് ബ്രൗൺ കോഫി ബ്രൗൺ മിക്സ് ചെയ്തിട്ട് എൻ്റെ ലിഡ് മുഴുവനും ഞാൻ ഇത് ചെയ്യാൻ പോകുന്നു, ലൈക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നു. ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു സ്മോക്കിനെസ് വന്നു കഴിഞ്ഞു നമ്മുടെ ലിഡില്. സോ ഇപ്പം നമ്മൾ ഡാർക്ക് ഷെയ്ഡ് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് നമുക്ക് ബ്ലെൻഡിങ്ങിന് പ്രോബ്ലം ഉണ്ടാവും. സോ അതുകൊണ്ടാണ് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ ഷെയ്ഡ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ഗ്രേഡിയേഷൻ ഓർ ട്രാൻസിഷൻ കൊണ്ടുവരുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പാണത്. നമ്മുടെ കോഫി ബ്രൗൺ ഷെയ്ഡ് അത് എടുത്ത് നമ്മുടെ ലാഷ് ലൈൻസ് നന്നായിട്ട് സ്മോക്ക് ഔട്ട് ചെയ്യുക. സോ അതിന് നമ്മൾ ഈ സെയിം ബ്രഷ് തന്നെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ കൺസീലർ ആണ്. കൺസീലർ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് ഡാർക്ക് സർക്കിൾസ് യു ഹാവ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ കുറേ ഡീപ്പ് ഡാർക്ക് സർക്കിൾസ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കളർ കറക്റ്റ് ചെയ്യണം. കളർ കറക്റ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ കൺസീലർ യൂസ് ചെയ്തിട്ട് അതിനെ സെറ്റ് ചെയ്യണം. സോ 3 സ്റ്റെപ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് ഡീപ്പ് ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ ഈ 3 സ്റ്റെപ്പ് മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഞാൻ ഓൾറെഡി ഇതൊരു ട്യൂട്ടോറിയലിൽ എൻ്റെ ബേസ് ട്യൂട്ടോറിയലിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഡെമോ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ലിങ്ക് ചെയ്യാം, നിങ്ങൾ നോക്കിക്കോളൂ. ഇഫ് യു ആർ സമ്മൺ ലൈക്ക് മീ വിത്ത് വെരി ലൈറ്റ് ഡാർക്ക്നെസ്, സോ എനിക്ക് കുറച്ച് ഒത്തിരി ഡാർക്ക്നെസ് ഒന്നും ഇല്ല, വെരി ലൈറ്റ് ഡാർക്ക്നെസ് ആണ്. എൻ്റെ ഫുൾ കവറേജ് ഫൗണ്ടേഷൻ തന്നെ അത് കുറച്ച് കവർ ചെയ്തു. പക്ഷേ what is important for me in this is നമ്മുടെ ഫസ്റ്റ് കൺസീലർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ടോണിൻ്റെ ക്ലോസ് ആയിട്ടുള്ള കൺസീലർ യൂസ് ചെയ്യാൻ പാടൂ. ദിസ് വൺ വിച്ച് ഇസ് നത്തിങ് ബട്ട് ലോറിയൽ ഇൻഫാലിബിൾ ഡെമി മാറ്റ് ഫിനിഷ് ഫൗണ്ടേഷൻ. എനിക്ക് അതിൻ്റെ ഫിനിഷ് ഒത്തിരി ഇഷ്ടമാണ്. ആസ് I already told you ഇത് വന്ന full coverage foundation ആണ്. So I thought I will use this instead of my normal concealer.
നെക്സ്റ്റ് ഒരു ഹൈലൈറ്റിംഗ് കൺസീലറാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിന് ഈ മേക്കപ്പ് റെവല്യൂഷൻ കൺസീലർ ഇൻ ദി ഷെയ്ഡ് C9. ഇറ്റ്സ് എ റിയലി വെരി ലൈറ്റ് കൺസീലർ ആൻഡ് വെരി ഹൈലൈറ്റിംഗ്. നോക്കിയിട്ട് യൂസ് ചെയ്യണം, ബിക്കോസ് ഇഫ് ഇറ്റ് ഗോസ് ഓവർബോർഡ് കുറച്ച് ഗോസ്റ്റി ലുക്ക് തരും. സോ ഓൺലി ഇൻ ദ ഇന്നർ പാർട്ട് one dot ഇതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്, ഓൺലി ഇൻ ദ ഇന്നർ പാർട്ട്. ഇപ്പം നമ്മുടെ ഫൗണ്ടേഷൻ ബ്രഷ് എടുത്തിട്ട് ലൈറ്റ് ആയിട്ട് ഒന്ന് ഈ ബ്ലെൻഡിങ് ചെയ്ത് കൊടുക്കുക. ഈ പർട്ടിക്കുലർ ട്യൂട്ടോറിയലിൽ പൗഡറിൻ്റെ ആവശ്യം ശരിക്കും ഇല്ല, സിൻസ് നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ ബഡ്ജ് ആവാത്ത പ്രോഡക്ട്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ അണ്ടർ ഐസിൽ ഇത്തിരി പൗഡറുടെ ആവശ്യമുണ്ട്, ബിക്കോസ് വി ഹാവ് യൂസ്ഡ് കൺസീലർ ആൻഡ് a little bit of foundation. സോ അത് ക്രീസ് ആവാൻ ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് ലൈറ്റ് പൗഡർ യൂസ് ചെയ്യാൻ പോകുന്നു. ഈ ചെറിയ ടൈനി ബ്രഷ് എടുത്തിട്ട് ഫിറ്റ് മീ പൗഡർ, ഐ മീൻ ദ ഷെയ്ഡ് മീഡിയം ഡീപ്പ് 30. സോ അത് കുറച്ച് എടുത്തിട്ട് ഞാൻ ഡസ്റ്റ് ചെയ്യാൻ പോകുന്നു എൻ്റെ അണ്ടർ ഐസിൽ. സോ നെക്സ്റ്റ് നമ്മുടെ ലോവർ ലാഷ് ലൈൻ ആണ്. ലോവർ ലാഷ് ലൈനിന് ഞാൻ ഈ ലൈറ്റ് brown which we use for the transition shade and also the dark brown. As per the pictures നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ upper waterline and lower waterline കാജൽ കാണാം. സോ അതുകൊണ്ട് ഞാൻ ഈ കളർ ബാർ മെസ്മറൈസ് കാജലാണ് യൂസ് ചെയ്യുന്നത്. I'm just going to tight line and also line my lower waterline. Next ഞാൻ എൻ്റെ L'Oreal Lash Paradise Voluminous Mascara യൂസ് ചെയ്തിട്ട് എൻ്റെ ലാഷസ് നല്ലപോലെ കോട്ട് ചെയ്യാൻ പോകുന്നു. As you can see in the picture, Nayanthara's lashes, I think ഒരു natural pair of fake lashes യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫേക്ക് ലാഷസിൻ്റെ ഫാൻ അല്ല, സോ ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഐ എം ഗോയിങ് വിത്ത് മൈ മസ്കാര. ലാസ്റ്റ് സ്റ്റെപ്പ് വന്ന് യൂസിങ് എ കേർലർ, സോ ദാറ്റ് നമ്മുടെ ലാഷസ് ഒന്ന് കുറച്ച് കൂടെ കേൾഡ് ആയിട്ടുണ്ടാവും. ഇന്നും കുറച്ച് ലോങ് ലാഷസ് ആയിട്ട് കാണും. നയൻതാരയുടെ ഈ പർട്ടിക്കുലർ ലുക്ക് വന്നിട്ട് കോംപ്ലിക്കേറ്റഡ് അല്ല. വൈ ഡിഡ് ഐ സേ ഇറ്റ്സ് നോട്ട് കോംപ്ലിക്കേറ്റഡ്? ബിക്കോസ് ജസ്റ്റ് ഒരു ബ്ലഷ് മാത്രമാണ് അവർ ഫേസിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. മെജോറിറ്റി ഓഫ് ദ ബ്ലഷ് വന്നിട്ട് നമ്മുടെ ഔട്ടർ പാർട്ട് ഓഫ് ദി ഫേസ്, ഐ മീൻ ചീക്സിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് കോണ്ടൂറിങ് ഓർ ബ്രോൺസിങ് ഒന്നും ചെയ്തിട്ടില്ല. സോ ഇറ്റ്സ് റിയലി സിമ്പിൾ. സോ ആ ബ്ലഷിന് വേണ്ടിയിട്ട് ഞാൻ ഈ സിവാന HD സ്റ്റുഡിയോ ബ്ലഷ് യൂസ് ചെയ്യുന്നു. ഇറ്റ്സ് ഇൻ ദ ഷെയ്ഡ് 03. സോ ഈ ബ്ലഷ് വന്ന് ഡുവോ ബ്ലഷാണ്, ബിക്കോസ് 2 ഷെയ്ഡ്സ് ആസ് യു ക്യാൻ സീ യു ഹാവ്. സോ ഞാൻ വന്നിട്ട് മോർ പിങ്കിയർ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വന്ന് അവരുടെ സ്കിന്നിലൊന്നും ഹൈലൈറ്റർ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട മാതിരി കാണുന്നില്ല. എക്സെപ്റ്റ് ഓവർ ഹിയർ ദിസ് പാർട്ട് ഇസ് റിയലി ഹൈലൈറ്റഡ്. മോസ്റ്റ്ലി അത് വന്ന് അവരുടെ ലിക്വിഡ് ഹൈലൈറ്റർ ഇല്യൂമിനേറ്റർ ആഡ് ചെയ്ത കാരണമായിരിക്കാം. പക്ഷേ ലെറ്റ്സ് അഗൈൻ ഗോ അഹെഡ് ആൻഡ് ഡു അവർ ഹൈലൈറ്റിംഗ്. ഹൈലൈറ്റർ ഞാൻ സെയിം ഐ ഷാഡോ പാലറ്റിന് എടുക്കാൻ പോകുന്നത്. ഈ പർട്ടിക്കുലർ ഷെയ്ഡാണ് ഞാൻ ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ലിപ്സ് ഇപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ലിപ്സ് ഫുൾ ആൻഡ് ഫുൾ ന്യൂഡ് ആൻഡ് ഗ്ലോസി ലിപ്സ് ആണ്. ഐ ഡോണ്ട് നോ വാട്ട് റേഞ്ച് ഇസ് ദിസ്. നൈക്കയുടെ ഈ മാറ്റ് ലിപ്പ് റേഞ്ച് ആണ്. ഷെയ്ഡ് നമ്പർ 02 നെഫറ്റിറ്റി. സോ ഡാപ്പ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് വന്ന് സ്മാഷ് ബോക്സ് ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ സ്റ്റെപ്പിംഗ് ഔട്ട് ഷെയ്ഡാണ്. സോ യു ഹാവ് ലോട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ഫോർ ദിസ്. ഫൈനൽ ഷെയ്ഡ്. സോ ഇതിനെ കുറച്ച് ഗ്ലോസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫ്രാൻ വിൽസൺ യങ് ലിപ് പ്ലംപർ. ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ ലിപ് പ്ലംപർ, ഇറ്റ്സ് ജസ്റ്റ് transparent lip gloss.
ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ make sure you hit that like button. It helps me, it helps my video to be reached to a lot more audience, so do make sure you hit my like button. Also, if you haven't subscribed till now, so why wait guys, go hit that red subscribe button down below and support me. So see you on my next video. Until then, take care. Happy Onam Asham Sigal. So bye.